ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ മാങ്ങയും കൊണ്ട് നല്ല അടിപൊളിയായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 3 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിനായിട്ട് പച്ചമാങ്ങയും പറ്റില്ല, നന്നായിട്ട് പഴുത്ത മാങ്ങയും പറ്റില്ല. ഒരു പാതി പഴുപ്പായ മാങ്ങയാണ് ഇതിനായിട്ട് എടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ട് കഴുകി ക്ലീനാക്കി കട്ട് ചെയ്തിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പും കൂടിയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉലുവയാണ്. പിന്നെ ഇത് വേവിക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ്. ഈ മാങ്ങയ്ക്ക് വെന്ത് കിട്ടാൻ ആവശ്യത്തിന് മാത്രമാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം മാങ്ങാ സീസണൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇഷ്ടം പോലെ മാങ്ങയൊക്കെ കിട്ടാനുണ്ടാകും. അപ്പോൾ ഇനി മാങ്ങ കിട്ടുമ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ ഈ പഞ്ചസാര ചേർക്കുമ്പോഴുള്ള മധുരവും പിന്നെ മാങ്ങയുടെ പുളിപ്പും ഉപ്പും ഒക്കെ ചേർന്നിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ മാങ്ങ കിട്ടുമ്പോൾ ഒരു വട്ടമെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിലൂടെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ അതുവരെ തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് വേവിച്ചിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കണം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിക്കുക. ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. എന്നിട്ട് ഇതാ നേരെ നമ്മുടെ മാങ്ങയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല രുചികരമായിട്ടുള്ള ഈ ഒരു ഐറ്റം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെറും 3-4 മിനിറ്റ് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയതാണ്. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ പുതിയ ചാനലായതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പുതിയ വീഡിയോസായിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ ചാനലൊന്ന് വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യുക.